ഗായ്സ്, ഞാൻ ഈ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നത് വെട്ടാസിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവരുടെ കുഞ്ഞുങ്ങളെങ്ങനെ രക്ഷിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ കുറച്ച് നാളുകളായിട്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടി തുടങ്ങിയത്. ആദ്യമൊന്നും ഒറ്റ കുഞ്ഞിനെ കിട്ടില്ലായിരുന്നു. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ട്. കുറേ ബ്രീഡർമാരോട് സംസാരിച്ചു. അവർ കുറേ ടിപ്സ് പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ എക്സ്പീരിയൻസും എല്ലാം കൂടി എൻ്റെ ഫെല്ലോ ബ്രീഡേഴ്സിനോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തുടങ്ങിയ ചാനലാണ്. സോ ഗായ്സ്, നമുക്ക് ബ്രീഡിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ കാണിച്ച കണ്ടീഷൻഡ് പെയറാണ്. മിൽക്കി വൈറ്റ് ആണ്. ആളുടെ ടെയിൽ കുറച്ച് കട്ടായിട്ടുണ്ട്. ആക്ച്വലി അത് നല്ലതാണ്, ബ്രീഡിങ്ങിന് അധികം സ്ട്രെസ് ആവില്ല. ഇത് മെയിലാണ്, ഇത് നമ്മുടെ ഫീമെയിലാണ്. ആൾ നല്ല എഗ് ലോഡറാണ്. സോ നമ്മളൊരു ചെറിയൊരു ടാങ്ക് സെറ്റപ്പിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ ഫിഷ് ടാങ്കാണ് ഗൈസ്. വലിയ ലെങ്ത് ഇല്ല, വലിയ ബ്രെഡ്ത്തും ഇല്ല, ചെറിയൊരു ടാങ്ക് സെറ്റപ്പാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഉണങ്ങിയ ബദാമിലയുടെ ലീഫുള്ള വെള്ളം, എക്സ്ട്രാക്റ്റ് വെച്ച വെള്ളമാണ്. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് തെർമോക്കോൾ പീസാണ്. ആക്ച്വലി ബ്രീഡിങ്ങിൽ തെർമോക്കോൾ പീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. കാരണം മെയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് താഴെ ഇപ്പം തന്നെ കുറച്ച് ബബിൾ നെസ്റ്റ് കാണാം. ഇവരെ എഗ് ചെയ്ത് കഴിയുമ്പോൾ മെയിൽ ഒരു പ്ലേസിലായിരിക്കും ഈ എഗ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. സോ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് വെക്കുന്നതെന്ന് വെച്ചാൽ മെയിലിങ്ങനെ എഗ് ചെയ്യുമ്പോൾ എഗ്ഗ് കളക്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ഷീറ്റ് പയ്യെ ഇങ്ങനെ പൊങ്ങും. കാരണം അടിയിൽ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും മെയിൽ. സോ ഇവരുടെ എഗ്ഗിങ് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഈ ഒരു ഹൈറ്റിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ തെർമോക്കോൾ പീസ് ആയതുകൊണ്ട് അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പ്ലാസ്റ്റിക് ഷീറ്റിനേക്കാളും. പിന്നെ ഈ വാട്ടറിൻ്റെ കറക്റ്റ് സർഫസിൽ നിൽക്കുള്ളൂ. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് എഗ്ഗ് ഇങ്ങനെ പൊങ്ങിയ എഗ്ഗ് ഹാച്ച് ആകുമ്പോഴേക്കും ഫ്രൈസൊക്കെ എയറിലായിരിക്കും ഗൈസ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഓൺ ദ സ്പോട്ട് മരിച്ചു. സോ അത്രയും കൂടി നമുക്ക് ഫ്രൈസിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ തെർമോക്കോൾ പീസ് ഉപയോഗിക്കുക. പിന്നെ വെൽ കണ്ടീഷൻഡ് പെയറാണ് ഇവർ. സോ ഇനി നമുക്ക് ഈ വാട്ടറിനെ കുറിച്ച് സംസാരിക്കാം. വാട്ടർ കറക്റ്റ് 7 pH മെയിൻറ്റെയിൻ ചെയ്യും ആൽമണ്ട് ലീഫ് ഇട്ട വാട്ടർ. സോ ഇത് ഫ്രൈസിന് ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ വാട്ടർ എക്സ്ട്രാക്റ്റ് ഒഴിച്ചായതുകൊണ്ട് ആൽമണ്ട് ലീഫിൻ്റെ ഒരു അഴുക്കും താഴെയില്ല. പിന്നെ വാട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പീസ് വാഴയിലയും കൂടി ഇട്ടിയാൽ നമ്മുടെ പാരമീഷ്യൻ കൾച്ചർ ഫോം ആവും. സോ ഫ്രൈസിന് ഫസ്റ്റ് ഫീഡായിട്ട് പാരമീഷ്യൻ കൾച്ചർ അവരെടുത്തോളും. പിന്നെ ഒരു ഹെൽത്തി മീൽ നോക്കാനുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ പാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. രാത്രിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. പിന്നെ നമ്മളുടെ ഏകദേശം കളർ, ഈ വെള്ളത്തിൻ്റെ കളറ് ഞാൻ ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട്. ഇതായിരിക്കും ഏകദേശം ഇവിടെ വെള്ളത്തിൻ്റെ കളറ്. പിന്നെ പറ്റിയാൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ഉപയോഗിച്ചത് ചേച്ചിയുടെ ലാമ്പാണ്, അവിടെ നിന്ന് അടിച്ച് മാറ്റിയതാണ്. സോ ലാമ്പ് ഉപയോഗിച്ചാൽ അത്ര നല്ലതായിരിക്കും. കാരണം ഫ്രൈസിന് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് ഇൻഫെസ്യൂറിയ, ആർട്ടീമിയ ഒക്കെ കാണാൻ ഈ ലൈറ്റ് ഹെൽപ്പ് ചെയ്യും. ഇതെപ്പോഴും ഓണാക്കിയിട്ടുണ്ട് ആവശ്യമില്ല, ഫീഡിങ് ടൈമിൽ മാത്രം. സോ നമുക്കിപ്പോൾ ഓഫാക്കിയിടാം. സോ ഇവരുടെ ഇത് മൈൻഡ് ആക്കേണ്ട ആവശ്യം, ഇവർ കുറച്ച് നേരം മെയിൽ ഫീമെയിലിനെ ചേസ് ചെയ്യും. ഫീമെയിൽ എഗ് റെഡി ആകുമ്പോഴേക്കും മെയിലിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ മിക്കപ്പോഴും രാവിലെ ആയിരിക്കും ഇവരുടെ എഗ്ഗിങ്. രാവിലെ ഒരു 8 മണിക്കാണ് എൻ്റെ ഇവിടെ ഞാൻ കണ്ടുവരുന്നത്.
അത് ഓരോ സ്ഥലത്തും വേറെ വേറെ ആയിരിക്കും. പക്ഷേ രാവിലെയും ഒരു 8 മണി കഴിഞ്ഞിട്ടും വൈകിട്ടൊരു 3 മണി കഴിഞ്ഞിട്ടായിരിക്കും മിക്ക സ്ഥലത്തും എഗ്ഗിങ് നടക്കുക. സോ ഞാനിവരെ ഇങ്ങനെ തുറന്നു വിട്ടത് ഒരു ഇന്ന് വൈകിട്ടാണ്. സോ നാളെ രാവിലെ നമുക്ക് എഗ്ഗ് പ്രതീക്ഷിക്കാം. പിന്നെ ഇവരുടെ 2 ബ്രീഡിങ് കഴിഞ്ഞതായതുകൊണ്ട് ഇവർക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ആവശ്യമില്ല. നോക്കുകയാണെങ്കിൽ രാവിലെ ഇട്ട ഫുൾ റെഡിൻ്റെ പേഴ്സാണ് ഇത്. ഈ ഫീമെയിൽ ഇവരുടെ ഫസ്റ്റ് ബ്രീഡിങ് ആയതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്, ഫീമെയിലിന് അധികം അറ്റാക്ക് വരാണ്ടിരിക്കാൻ. സോ ഇതാണ് നമ്മുടെ ടാങ്ക് സെറ്റപ്പ്. ഇത് ആക്ച്വലി ഞാൻ ട്രാൻസ്പാരൻറ്റ് ടാങ്ക് ചൂസ് ചെയ്തതാണ്. ഇതിലിപ്പോൾ നോക്കിയാൽ 5 ടാങ്ക് കാണാം. അതിലും 4 ട്രാൻസ്പാരൻ്റ് ആണ്. ഒരെണ്ണം മാത്രമേ ഈ കളറുള്ളൂ, കാരണം കൂടുതൽ ലൈറ്റ് അകത്ത് കയറും. സോ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്കിതിൻ്റെ അപ്ഡേറ്റ് നാളെ കാണാം, ബ്രീഡിങ് എന്താവും. ഇവരുടെ എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞ പോലെ ഇന്ന് രാവിലെ ഇവർ എഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഫീമെയിലും മെയിലിലും ഒരു കൊത്തുപോലുമില്ല. ഇന്നലെ കണ്ട അതേ ടെയിലുണ്ട് മെയിലിനും ഫീമെയിലിനും. ഒരു പെർഫെക്റ്റ് പെയറാണ് ഗൈസ്. മുകളിൽ ആ കാണുന്നതാണ് എഗ്സ്. ഒരു ചെറിയൊരു വൈറ്റ് ഡോട്ട് ഉണ്ടോ ബബിൾ നെസ്റ്റിനകത്ത് അടിയിൽ, അത് എഗ്ഗാണ് ഗൈസ്. ഈ ഒരു പ്രോസസ്സ് ഉച്ചവരെയൊക്കെ നടക്കാറുണ്ട് സാധാരണ. നമുക്ക് നോക്കാം. ഫീമെയിലും മെയിലും കൂടെ താഴെ കിടക്കുന്ന എഗ്സ് കളക്ട് ചെയ്ത് മുകളിൽ വെക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എംബ്രേസ് എന്ന് പറയും ഗൈസ്. എംബ്രേസ് ചെയ്ത് ഇപ്പോഴാണ് മെയിലും മെയിലിലെ സ്പേമും ഫീമെയിലിലെ എഗ്ഗ് റിലീസ് ഉണ്ടോ ഗൈസ്, താഴെ കിടക്കുന്നുണ്ടോ? ഫീമെയിലിലെ എഗ്സ് കണക്ക് ഉണ്ടാവും, ഫീമെയിലിലെ വയറ്റിൽ നിന്ന് വരുന്നത്. അത് മെയില് കളക്ട് ചെയ്ത് ബബിൾ നെസ്റ്റിൽ വെക്കും. ഫസ്റ്റ് എംബ്രേസ് കഴിഞ്ഞു. ഇവർ കുറേ ട്രയൽ അടിക്കും എംബ്രേസ് കറക്റ്റ് ആവാൻ. അത് കഴിഞ്ഞിട്ട് ഫീമെയിലിൻ്റെ സൈസ് പോലെ എംബ്രേസിന് ടൈം എടുക്കും. ഫീമെയിൽ ചെറുതാണെങ്കിൽ എംബ്രേസ് പെട്ടെന്ന് നടക്കും. ഫീമെയിൽ ഈ സൈസ് ആണെങ്കിൽ കുറച്ച് ടേൺസ് കഴിഞ്ഞിട്ട് എംബ്രേസ് നടക്കും. സോ കളക്ട് ചെയ്തിട്ട് ഇവർ ബബിൾ നെസ്റ്റിൽ എഗ്സ് ഉണ്ടോ കൊണ്ടുപോയി വെക്കും. ആക്ച്വലി ഫീമെയിലും മെയിലും നല്ലതാണ് ഗൈസ്, കാരണം ചില ഫീമെയിൽ എഗ്ഗ് തിന്നാറുണ്ട്, പക്ഷേ ഇത് ഞാൻ തിന്നുന്നതുവരെ കണ്ടിട്ടില്ല. നെക്സ്റ്റ് എംബ്രേസ് ആയി
ഇപ്പോഴാണ് എഗ്ഗ് ഫെർട്ടിലൈസ് ആവുന്നത്. ഇങ്ങനെ കാണുമ്പോൾ പേടിക്കരുത്. ഇതാ എഗ്ഗ് വീഴുന്നുണ്ട് ഗൈസ്. ഫീമെയിൽ ചത്തൊന്നും പോയിട്ടില്ല, ഒരു ഡെഡ് പോലെയൊക്കെ കിടക്കും, പക്ഷേ അത് നാച്ചുറലാണ്. മെയിൽ ആ വീഴുന്ന എഗ്സ് നേരെ കളക്ട് ചെയ്ത് മുകളിൽ വെക്കും, അല്ലെങ്കിൽ ഫീമെയിൽ സഹായിക്കും. കണ്ടോ? ഈ ഒരു പ്രോസസ്സ് ചിലപ്പോൾ ഉച്ചവരെയൊക്കെ കണ്ടിന്യൂ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഫീമെയിൽ ഏതെങ്കിലും കോർണറിൽ പോയി മാറി നിൽക്കും. കാരണം എഗ്ഗിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ മെയിൽ എഗ്ഗ് ഗാർഡ് ചെയ്യും, ഫീമെയിലിനെ മാക്സിമം ദൂരേക്ക് ഓടിക്കും, കാരണം അവർ കഴിക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ വേഗം എടുത്ത് മാറ്റണം പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട്. സോ ഗൈസ്, ഇവരെ നമ്മൾ ഇപ്പോൾ 2 മാസം 2.5 മാസം ആവാറായി. ഷൂട്ടേഴ്സിനെ മാറ്റിയിട്ടുണ്ട്. വൈറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും കുട്ടികളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ആദ്യം ഇട്ട വൈറ്റിൻ്റെ ഒരു ബ്ലൂ ഉണ്ട്, OHM കുട്ടികളാണ്. ഇവർ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചാൽ അങ്ങോട്ട് വരും, കണ്ടോ? കളറൊക്കെ വെച്ച്